Good Good afternoon, afternoon, ma'am. ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ 4 ആയിട്ട് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ഹോസ്പിറ്റൽസിന് 6 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് നമ്മൾ പറഞ്ഞു. ഓൺ ദ ബേസ് ഓഫ് സൈസ്, ഓൺ ദ ബേസ് ഓഫ് ലെവൽ ഓഫ് കെയർ, സൗണ്ട് കേൾക്കണില്ലേ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. നോക്കാം കേട്ടോ. ഇപ്പൊ സൗണ്ട് എങ്ങനെയുണ്ട് പറഞ്ഞോ കേട്ടോ. നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിൽ നമ്മൾ ഹോസ്പിറ്റൽസിന് എത്ര ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തെടുത്തു. അത് ക്ലാസിഫൈ ചെയ്തത് ഓൺ ദ ബേസ് ഓഫ് സൈസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ ദ ബേസ് ഓഫ് ലെവൽ ഓഫ് കെയർ, അത് പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സിസ്റ്റം ഓഫ് മെഡിസിൻ, ഏത് സിസ്റ്റം ആണ് ആ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്നത് അതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെങ്ത് ഓഫ് സ്റ്റേ, എത്ര നാളാണ് ഹോസ്പിറ്റലിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, അതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ പ്രശ്നമുണ്ട്, സൗണ്ട് 1 മിനിറ്റ് ഞാൻ ടെക്നിക്കൽ സ്പീക്കുകൾ പറയാം.
ക്ലിയർ ആണോ സൗണ്ട്? മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ കേട്ടോ. ക്ലിയർ ആയില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ഓക്കെ അല്ലേ ക്ലാസ്? ഓക്കെ ടാ. നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട്. ഞാനൊന്ന് പറയാണ്, നമ്മുടെ ക്ലാസിഫിക്കേഷന്റെ ബേസിൽ ഹോസ്പിറ്റൽസിന് 6 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തു. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു. സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ, പിന്നെ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ, ഇത്രയും ടൈപ്സിലാണ് നമ്മുടെ ഹോസ്പിറ്റൽസിനെ എന്ത് ചെയ്തിരുന്നത്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു സൈസിന്റെ ബേസിൽ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ആദ്യത്തെ സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. ഇവിടെ ട്രീറ്റ്മെന്റ് എത്ര പേഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ബെഡ് എത്ര ബെഡ് അവൈലബിൾ ആയിരിക്കും, കുറഞ്ഞ താഴെ ആയിരിക്കും അവിടെ ബെഡ് അവൈലബിൾ. നമ്മുടെ കയ്യിൽ സ്മോൾ ഹോസ്പിറ്റൽസിൽ ലിമിറ്റഡ് റിസോഴ്സ് ഉണ്ടാവുള്ളൂ, കുറച്ച് റിസോഴ്സ് ഉണ്ടാവുള്ളൂ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി എന്തുണ്ടാവും, ബെറ്റർ എന്താ പറയാ 100 ബെഡ്സിന്റെ കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി റിസോഴ്സ് ഉണ്ടാവും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കും. അടുത്ത സെഷൻ ആയിരുന്നു ലാർജ് ഹോസ്പിറ്റൽസ്. ലാർജ് ഹോസ്പിറ്റലില് സൗണ്ടിന്റെ പ്രശ്നം വീണ്ടും ഉണ്ടോ? ഞാൻ അത്യാവശ്യം സൗണ്ടിൽ തന്നെ പറയണേ ക്ലാസ് എടുക്കണേട്ടാ. ഇനി അതിലേക്ക് തോന്നാണെങ്കിൽ പറയണോട്ടോ, സൗണ്ടിന്റെ പ്രശ്നം കേട്ടോ. ലാർജ് ഹോസ്പിറ്റൽസ് ആയിട്ട് ആണ് 100 ബെഡുകൾ അവൈലബിൾ ആയിരിക്കും. മോർ ദാൻ 100 ബെഡ്സ് ആണ്
ആ ട്രീറ്റ്മെന്റ് അറ്റ് എ ടൈം 100 പേഷ്യൻസിന് അറ്റ് എ ടൈം നമുക്ക് ചാപ്റ്റർ 4 ആണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഓക്കെ, നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ലാർജ് ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോൾ നമുക്ക് 100 കൂടുതൽ പേഷ്യൻസിന് അവിടെ അറ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേഷ്യറി കെയർ. ഓക്കെ, ഞാൻ ചോദിക്കാം, ഇത് നോക്കാട്ടോ. ക്ലിയർ അല്ലാതെ ഉള്ള പോലെയൊക്കെ സൗണ്ട് മെസ്സേജ് ആയിരിക്കും. ക്ലിയർ ആണെങ്കിലോ അല്ലെങ്കിലോ എക്കോ അല്ലേ? ഓക്കെ, ഒന്ന് നോക്കിട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ. പോർഷനിലേക്ക് വരാം. നമ്മള് ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേഷ്യറി കെയർ. ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, വെരി മച്ച്. ഇപ്പൊ പറയണ ക്ലിയർ ആവണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? എക്കോ ഉണ്ടോ? എക്കോന്റെ പ്രശ്നമുണ്ടോ? ഇല്ല.
ഓക്കെ കേട്ടാ, നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഞാൻ പോർഷൻ കേട്ടാ ടോപ്പിക് ഓക്കെ. നമ്മളിപ്പോ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് പറഞ്ഞിരുന്നത്. ആദ്യം സൈസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സൈസിന്റെ ബേസിൽ നമ്മൾ 3 ആയിട്ടാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തത്. സ്മോൾ ഹോസ്പിറ്റൽസ്, മിഡ് സൈസ് ഹോസ്പിറ്റൽസ്, ലാർജ് ഹോസ്പിറ്റൽസ്. സ്മോൾ ഹോസ്പിറ്റൽസിൽ 30 താഴെയായിരിക്കും ബെഡ് അവൈലബിൾ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ 30 to 100 ബെഡ്സ് ആയിരിക്കും അവൈലബിൾ. ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ 100 എബോവ് ബെഡ് ആയിരിക്കും. ആ ബെഡിന്റെ സൈസ് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ബെഡിന്റെ നമ്പർ വെച്ചിട്ടാണ് ഈ സൈസിന്റെ ക്ലാസിഫിക്കേഷൻ വന്നത്. ദെൻ ലെവൽ ഓഫ് കെയറിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ലെവൽ, എങ്ങനത്തെ ലെവലാണ് അവിടെ പ്രൊവൈഡ് ചെയ്തതിന്റെ ബേസിലാണ്. അടുത്ത ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ. പ്രൈമറി കെയർ എന്ന് പറയുന്നതിന് എക്സാമ്പിൾ പറഞ്ഞത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. അവിടെ അവരുടെ കയ്യിലുള്ള എന്താ പറയാ റിസോഴ്സസ് ആവട്ടെ കാര്യങ്ങളും കുറവായിരിക്കും. അതേപോലെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ മാത്രം, പേഷ്യൻസ് പുറത്തു വന്ന് കൺസൾട്ടേഷൻ മാത്രമൊക്കെ ആയിരിക്കും എവിടെ ഉണ്ടാവുക, നമ്മുടെ പ്രൈമറി കെയർ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി കെയർ ആണ്. പ്രൈമറി കെയറിനേക്കാൾ കുറച്ചുകൂടി ടോപ്പിലായിട്ട് നിൽക്കുന്നതാണ് സെക്കൻഡറി കെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, അതേപോലെ താലൂക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾസ് ആണ്. ലാസ്റ്റ് പറഞ്ഞത് ടേർഷ്യറി കെയർ ആണ്. ടേർഷ്യറി കെയർ എന്ന് പറയുമ്പോൾ എന്താ പറയാ, അവിടെ നിന്നുള്ള എക്യുപ്മെന്റ്സ് ആവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, അവൈലബിലിറ്റി, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഹൈ ആയിരിക്കും. അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും. അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആയിരിക്കും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ടേർഷ്യറി കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ടേർഷ്യറി കെയറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. എന്താണ് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്? അവിടെ ഒറ്റ സ്പെഷ്യാലിറ്റി സർവീസ് മാത്രം, ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഈ കാർഡിയാക് ഹോസ്പിറ്റൽ, ഓങ്കോ ഹോസ്പിറ്റൽസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഈ ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി കെയർ ഹോസ്പിറ്റൽസ് എന്നാണ്. എന്താണ് പറയുന്നത്? മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി കെയർ ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഓണർഷിപ്പിന്റെ ബേസിലാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത്. പബ്ലിക് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. പബ്ലിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ ഗവൺമെന്റ്, ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്നത്. എന്താണ് എക്സാമ്പിൾസ്? കുറച്ച് പബ്ലിക് ഹോസ്പിറ്റൽസ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്, പബ്ലിക് സെൻട്രൽ അണ്ടർടേക്കിങ്സ്, PSU ഹോസ്പിറ്റൽസ്, പബ്ലിക് സെൻട്രൽ അണ്ടർടേക്കിങ്സിന് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇത്രയുമാണ് ഗവൺമെന്റിന്റെ എന്താ പറയാ കൺട്രോൾ വരുന്ന ഹോസ്പിറ്റൽസ്. നെക്സ്റ്റ് ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, മാനേജും കൺട്രോൾ ചെയ്യണത്. ഇതിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹോസ്പിറ്റൽസ് നടത്തുന്ന റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. പ്രൈവറ്റ് പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്നോ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നോ അവരെ പറയും. എന്താണ് അത്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ റൺ ചെയ്യുന്നത്. അതേപോലെ ഇൻഡിവിജ്വൽസ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ട്. ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോ ആ ഹോസ്പിറ്റലിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കും ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലായിരിക്കും ചിലപ്പോൾ റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്. കോർപ്പറേറ്റീവ് കമ്പനിയുടെ കീഴിൽ വന്ന ഹോസ്പിറ്റൽസ് നമ്മൾ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കില്ല അവർ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു സർവീസിന്റെ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്ത 5ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ നമ്മൾ 4 ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തത്. അലോപ്പതി ഹോസ്പിറ്റൽ, ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽസ്. 4 ക്ലാസിഫിക്കേഷനും കിട്ടി. നെക്സ്റ്റ് 6ാമത്തേതായിരുന്നു ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. ഒരു ദിവസം, 1-2 ദിവസം അല്ലെങ്കിൽ
20 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത്. 20 ദിവസം വരെയും ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയാം. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഭൂരിഭാഗം ഹോസ്പിറ്റൽസ്, നമുക്ക് കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽസിന് എന്തിന് എക്സാമ്പിൾ ആണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഇനി ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളോ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മെന്റൽ ഹോസ്പിറ്റൽ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെയാണ് ഇത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് നാൾ അവിടെ പേഷ്യൻസ് അവിടെ സ്റ്റേ ചെയ്യണം. അപ്പൊ ഒരു ഹോംലി എൻവയോൺമെന്റ് ആയിരിക്കും അതിന് ആപ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു രീതി ആയിരിക്കൂല എവിടെ ഉള്ളത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിൽ ഉള്ളത്. ഇനി കുറച്ച് അബ്രിവേഷൻ പഠിക്കാനുണ്ട്, കുറച്ച് ഫുൾ ഫോംസ് പഠിക്കാനുണ്ട്. പേര് മാത്രമേ നമുക്ക് ഇപ്പൊ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഫുൾ ഫോംസ്. ഇനി ഒരു ചാപ്റ്റർ വരുന്നതിൽ എല്ലാ ചാപ്റ്ററിലും വരുന്ന പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യത്താണ് PHC. ശ്രദ്ധിക്കണം, PHC എന്താണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്? PHC. ഓക്കെ, എന്താണ് PHC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. നമ്മൾ നേരത്തെ ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആണ്. എന്താണ്? ഓക്കെ, വേറെ ക്ലാസ്സിന്റെ സൗണ്ട് വല്ലതും കേൾക്കണ്ടോ? ഓക്കെ, PHC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. എന്താണ് PHC ഫോം? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. FHC ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. FHC എന്ന് വെച്ചാൽ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്. അടുത്താണ് CPHC, കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് സെന്റർ. കുറച്ചും കൂടി പ്രൈമറി ഹെൽത്ത് സെന്ററിനേക്കാൾ കുറച്ചും കൂടി കോംപ്രിഹെൻസീവ് ആയിട്ടാണ് എന്ത് പറയുന്നത്? CPHC എന്ന് പറയുന്നത്. ഇനി SWAAJ എന്ന് വെച്ചാൽ സ്റ്റെപ്പ്, നമ്മുടെ എയർവേ വരുന്ന ഡിസീസ് അല്ല, എന്താ പറയാ, എയറിൽ കൂടെ പകരുന്ന ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ അതാണ് അവിടെ പറയുന്നത് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. SWAAJ അത് ചോദിക്കാട്ടെ. SWAAJ ഫുൾ ഫോം ചോദിച്ചാണ് എടുത്തത്. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ശ്വാസനാളമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളാണ് പറയുന്നത്. ആശ, ASHA ആശ, നമ്മൾ ആശാ വർക്കർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേട്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ പഞ്ചായത്തിലൊക്കെ ആണെങ്കിലും ആശാ വർക്കേഴ്സ് ഉണ്ടാവും. അറ്റൻഡർ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്. AWW എന്ന് പറയുന്നത് അംഗനവാടി വർക്കേഴ്സ് ആണ്. അംഗനവാടി വർക്കേഴ്സ്. ഇനി WHSNC വാർഡ് ഹെൽത്ത് സാനിറ്റൈസേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. വാർഡ് ഹെൽത്ത് സാനിറ്റൈസേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. നമ്മൾ കുറച്ച് ഫുൾ ഫോംസ് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. അതേപോലെ തന്നെ ഈ ചാപ്റ്റർ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. ഒരു 5 മിനിറ്റ്സ്, ഒരു 2 മണി ആവണ വരെ ടൈം ഇട്ട് ചാപ്റ്റർ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം കേട്ടോ. വായിച്ചു നോക്കിയേ. കോംപ്ലിക്കേറ്റഡ് എന്ന മീനിങ് കോംപ്രിഹെൻസീവ്, കോംപ്ലിക്കേറ്റഡ്. ആശയുടെ ഫുൾ ഫോം ഇതാണ് കേട്ടോ. PSUവിന്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഗവൺമെന്റിന്റെ കീഴിലുള്ള പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിനെയാണ് PSU ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എയിംസിന്റെ ഫുൾ ഫോം. ഞാൻ സംശയം ചോദിച്ചോട്ടെ, എനിക്ക് മുമ്പത്തെ ക്ലാസ്സുകളിൽ വരാത്ത ഈ കുട്ടികൾ ആരെങ്കിലും ഈ ക്ലാസ്സിലുണ്ടോ? അവരൊന്നൊന്ന് മെസ്സേജ് അയക്കോ? എയിംസ് ഉണ്ട്.
ഇതൊക്കെ മുൻപ് ക്ലാസ്സിൽ ഇത്രയും പേരുണ്ടായിരുന്നില്ലേ? ഓക്കെ കേട്ടാ. എയിംസിന്റെ ഫുൾ ഫോം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, PGI. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതായത് PGI ഹോസ്പിറ്റൽസ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. ഇത്രയും പേര് പുതിയ ക്ലാസ്സിൽ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടല്ലേ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് റൂമിൽ ഉണ്ട്. മാക്സിമം റെക്കോർഡ് ക്ലാസ്സുകൾ കാണാനായിട്ട് നോക്കാം കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോ പറഞ്ഞു വെച്ചത്, ഞാൻ ഈ ചാപ്റ്ററാണ് ആദ്യം എടുത്തത്. ഈ ചാപ്റ്ററിലുള്ള ഏകദേശം ഞാനത് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കാട്ടെ എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം. ഓക്കെ. വായിച്ചു നോക്കാട്ടെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്ലിക്കേഷൻ ചില ഫുൾ ഫോം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നാണ് PGIയുടെ ഫുൾ ഫോം. സ്മോൾ ഹോസ്പിറ്റൽ ലാസ്റ്റ് ലൈൻ പറയാം. റേഡിയോളജി 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇത്രയല്ലേ ഡൗട്ട്? സ്മോൾ ഹോസ്പിറ്റൽസ് കണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് ആണ്. എന്ത് സർവീസുകളൊക്കെ പുറത്തുനിന്ന് എടുക്കും. ഇപ്പൊ കൺസൾട്ടേഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, സ്മോൾ ഹോസ്പിറ്റൽസ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സർവീസും ഔട്ട്സോഴ്സ് ആയിരിക്കും. പുറത്തുനിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണതും അതേപോലെ വല്ല സ്കാനോ എക്സ്റേ എടുക്കുന്നതോ അല്ലെങ്കിൽ മെഡിസിൻസോ ഇതെല്ലാം പുറത്തുനിന്നായിരിക്കും അവർ എഴുതണത്. അപ്പൊ ഇറ്റ് ഇസ് ദ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽസ് ടു ഔട്ട്സോഴ്സ് വേരിയസ് സർവീസ് സച്ച് ആസ് ലാബോറട്ടറി, റേഡിയോളജി, ഫാർമസി. എന്താ പറഞ്ഞത്? സ്മോൾ ഹോസ്പിറ്റൽസിൽ കണ്ടുവരുന്ന ഒരു കോമൺ പ്രാക്ടീസ് ആണ് ഈ പറയുന്ന സർവീസ് ഒക്കെ പുറത്തുനിന്ന് എടുക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്നത്? ലാബോറട്ടറി, ഇപ്പൊ നമ്മൾ ബ്ലഡോ അതേപോലെ യൂറിനോ അങ്ങനെ എന്തെങ്കിലും ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ലാബ് ടെസ്റ്റുകളൊക്കെ പുറത്തുനിന്നായിരിക്കും അവിടെ എഴുതുന്നത്. റേഡിയോളജി എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ അകത്ത് ഇത് ചെയ്യാനായിട്ട് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. റേഡിയോളജി എന്ന് പറയുമ്പോ സ്കാനോ എക്സ്റേയോ MRI ഒക്കെ എടുക്കുന്നത് പുറത്തുനിന്നായിരിക്കും. പുറത്തേക്ക് പ്രൈവറ്റ് എന്താ പറയാ ലാബിൽസ് എന്തായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഫാർമസി, മെഡിസിൻസും ഇവർ പുറത്തുനിന്നായിരിക്കും എഴുതുന്നത്. എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി അറ്റ് വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽ. ഈ പറഞ്ഞ കെയർ ഒക്കെ ചില എമർജൻസി ആവട്ടെ ഇന്റൻസീവ് ആവട്ടെ
അതേപോലെ സർജിക്കൽ കെയർ ഒക്കെ ആവട്ടെ, ഇതൊക്കെ തീരെ കുറവായിരിക്കും സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് വെച്ചാൽ. ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരു പേഷ്യന്റിനെ കൊണ്ട്, ക്രിട്ടിക്കൽ ആയ ഒരു പേഷ്യന്റിനെ കൊണ്ട് സ്മോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല. നേരെ നമ്മുടെ അടുത്തുള്ള കുറച്ചുകൂടി എന്താ പറയാ, കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലിൽ പോയാൽ അയാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം ഇവിടെ സ്മോൾ ഹോസ്പിറ്റലിൽ അത്രയും ഫെസിലിറ്റീസ് കുറവായിരിക്കും. എനിക്ക് മനസ്സിലായോ സ്മോൾ ഹോസ്പിറ്റൽസ്? ഓക്കേടാ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. റെയിൽവേ ഹോസ്പിറ്റൽസ് ആണ് PSU ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ. റെയിൽവേയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽ, ഇപ്പൊ റെയിൽവേ അവിടെ റെയിൽവേയില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ ഫ്രീ ആയിരിക്കും ചികിത്സയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് PSU ഹോസ്പിറ്റൽസ്. പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റി ഹോസ്പിറ്റൽസ്, PSU ഹോസ്പിറ്റൽ, പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റി ഹോസ്പിറ്റൽസ്. അറിയാത്തവര് എഴുതിയെടുക്കാട്ടെ. പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റി ഹോസ്പിറ്റൽസ് ആണ് PSU ഹോസ്പിറ്റൽസ്. റെയിൽവേ ഹോസ്പിറ്റലാണ് എന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. അപ്രിയേഷൻ നമുക്ക് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AWW എന്ന് പറയുന്നത് അംഗനവാടി വർക്കേഴ്സ് ആണ്. NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആണ്. വാർഡ് ഹെൽത്ത് സാനിറ്റൈസേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി ആണ് WHSNC. ഇവിടെ ഈ പറഞ്ഞ ഈ പോയിന്റ്സ് ആണ് അതിൽ തന്നെ ഫുൾ ഫോം ക്ലിയർ ആയിട്ട് പറയുന്നത്. PGI എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. PGI അതൊന്ന് എഴുതി വെച്ചു. PGI പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. വൺ മിനിറ്റ്, എക്കോ വന്നുണ്ടോ? PGIയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, എന്റെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഓക്കെ. ടേഷ്യറി കെയർ എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് കെയർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ടേഷ്യറി കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈമറി സെക്കൻഡറി കെയറിനേക്കാളും കൂടുതൽ അഡ്വാൻസ് ടെക്നോളജി ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഓരോ രോഗത്തിനുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവും. ഇപ്പൊ കാർഡിയാക്കിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, ക്യാൻസറിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോന് ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻസ് അവിടെ ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡീൽ ചെയ്യുന്നത് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും അതേപോലെ തന്നെ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതേപോലെ തന്നെ സ്റ്റാഫ് ആയിരിക്കും. ടെക്നോളജി ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്താ പറയുക അഡ്വാൻസ്ഡ് കെയർ ടെക്നോളജി ആയിരിക്കും അവർ പ്രൊവൈഡ്, അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും അവർ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യമാണ് ടേഷ്യറി കെയറിൽ മനസ്സിലാക്കുന്നുള്ളത്. നോക്കാട്ടാ. ഇനി ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ എല്ലാവർക്കും? അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ക്ലിയർ ആയോ? കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർ നോക്കിയാൽ മതി. കാരണം ഈ ക്ലാസ്സിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത പിള്ളേർക്കാണെങ്കിൽ മനസ്സിലാവാൻ കുറച്ച് പണിയാണ്. അപ്പൊ അവര് പഴയ വീഡിയോസ് ഇരുന്ന് കാണാം. ഓക്കെ, ക്ലിയർ ആണ്? ഇന്ന് എടുക്കുന്നത് അടുത്ത ചാപ്റ്റർ ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് പുതിയ കുട്ടികളും ഈ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി, ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും. നോക്കാട്ടെ. അടുത്ത ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ്. ഇതില് നമ്മുടെ ഹോസ്പിറ്റൽസിന് വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ ആവും. അതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന് മെയിൻ ആയിട്ട്
മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിലാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എനിക്ക് ചാപ്റ്റർ കാണാൻ പറ്റുന്നുണ്ടോ? ചാപ്റ്റർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ 1 മിനിറ്റ്. ഇപ്പോഴോ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ കേട്ടോ, നോക്കാം. അപ്പൊ നമ്മള് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിന് മൂന്നായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഓരോ കാര്യങ്ങളും വരുമ്പോഴും നോട്ട് ഉള്ളവർ അല്ലെങ്കിൽ ടെസ്റ്റ് ഉള്ളവര് അവരെ ഇഷ്യൂക്ക് അല്ലെങ്കിൽ ലെക്ചർ നോട്ടിലേക്ക് ഇതിന്റെ ഫുൾ ഫോം ഇന്നതാണ് പറയുമ്പോൾ തന്നെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഒ പി ഡിപ്പാർട്ട്മെന്റ്. ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒ പി ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഒ പി ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണല്ലോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പേഷ്യൻസ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി മാത്രമായിരിക്കും പേഷ്യൻസ് എന്ത് ചെയ്യണത്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്യണത്. നോട്ട് ഫോർ അഡ്മിഷൻ. അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീൻ ഓക്കെ നോക്കാം കേട്ടോ. നമ്മൾ എന്താ പറഞ്ഞത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺസൾട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസിലേക്ക് പേഷ്യൻസ് വന്നത്. നോട്ട് ഫോർ അഡ്മിഷൻ. അവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാനല്ല, ജസ്റ്റ് കൺസൾട്ടേഷൻ, എന്തെങ്കിലും മെഡിക്കൽ അഡ്വൈസ് എടുക്കുക, മെഡിസിൻസ് ഫോളോ അപ്പ് ചെയ്യുക, മെഡിസിൻസ് കഴിക്കുക. അത് തന്നെ ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കഴിയുന്നവരെയും ആ ഒരു റിലേഷൻ. ഒരു ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യില്ല. 1 ഡേ കൂടുതൽ പേഷ്യൻസ് എന്തെങ്കിലും ഹോസ്പിറ്റൽസിൽ സ്റ്റേ ചെയ്യില്ല. എവിടെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് എന്താണ്, കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് വരുന്നത്. ഒരു ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലില് പേഷ്യൻസ് സ്റ്റേ ചെയ്യില്ല. ഇതാണ് എന്തിന് എക്സാമ്പിൾ, എന്ത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്ത പേഷ്യൻസ് ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിൽ, എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷന്റെ ഭാഗമായിട്ടോ ആക്സിഡന്റിന്റെ ഭാഗമായിട്ടോ ഒന്നിൽ കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യൂലേ. ഒന്നിൽ കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസിനെ ഇൻപേഷ്യന്റ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസിന് ഇൻപേഷ്യൻസ് എന്ന് പറയും. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻസിന്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? ഇവിടെ എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ റൂം, പേഷ്യന്റിന്റെ വാർഡ്, അതേപോലെ ഇന്റൻസീവ് കെയർ, അതായത് എമർജൻസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഐസിയുലായിരിക്കും കിടക്കുന്നത്. അപ്പൊ ഐസിയു, ഓപ്പറേഷൻ തിയേറ്റർ, എന്തെങ്കിലും ഓപ്പറേഷന്റെ ഭാഗമായിട്ട് വന്ന പേഷ്യൻസ് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. ലേബർ റൂം, ഡെലിവറി, നോർമൽ ഡെലിവറിയുടെ ഭാഗമായിട്ട് വന്ന പേഷ്യൻസ് ആണെങ്കിൽ ലേബർ റൂം, അതേപോലെ മെറ്റേണിറ്റി വാർഡ്, ഡെലിവറി കഴിഞ്ഞിട്ട് പേഷ്യന്റും പേഷ്യന്റില്ല അമ്മയും കുഞ്ഞും താമസിക്കുന്ന ഒരു വാർഡിലായിരിക്കും മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഇൻപേഷ്യൻസിൽ വരുന്നത്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡീൽ ചെയ്യണത്. അപ്പൊ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തതാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെയാ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാമ്പിൾസ് ആണ് തെറാപ്പിക് ഡിപ്പാർട്ട്മെന്റ്. തെറാപ്പി, ഫിസിയോതെറാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് തെറാപ്പി. ഇനി ജനറൽ ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഫർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തെറാപ്പി, ജനറൽ, ഡയഗ്നോസിക്, ഇൻഫർമേറ്റീവ്. ഓക്കെ.
ഇനി തെറാപ്റ്റിക്കൽ വരുമ്പോഴാണ് ഫാർമസി. നമ്മൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ എഴുതുള്ളൂ അല്ലേ? ഡോക്ടർ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ പരിശോധിച്ച് നമുക്ക് എന്താണ് പ്രശ്നം കണ്ടുപിടിച്ച് പ്രിസ്ക്രിപ്ഷൻ മാത്രമേ എഴുതുള്ളൂ. മെഡിസിൻസ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? ഫാർമസിയിലാണ്. അപ്പൊ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യണ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാർമസി എന്ന് പറയുന്നത്. ഫാർമസി. നെക്സ്റ്റ് ആണ് ഫിസിയോതെറാപ്പി. ഇപ്പൊ നമ്മുടെ മസിൽസിന് എന്തെങ്കിലും തളർച്ച അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ ശേഷിക്കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്യാം. ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ നമ്മുടെ എക്സസൈസ്, ബോഡിയിൽ വരുന്ന എക്സസൈസ്, ഫിസിക്കൽ മസാജ്, അതൊക്കെയാണ് ഇവിടെ വരുന്നത് ഫിസിയോതെറാപ്പിയിൽ വരുന്നത്. വലിയ ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഡീൽ ചെയ്യുന്നതാണ് ഫിസിയോതെറാപ്പി. അടുത്താണ് ഡയബറ്റിക്. ഡയറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു എന്താ പറയുക ഓപ്പറേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞാൽ നിങ്ങളത് ഡയറ്റീഷ്യനെ പോയി കാണാൻ പറയും. ഡയറ്റീഷ്യനെ കാണാൻ പറയും. എന്തുകൊണ്ടാണ് അത്? അദ്ദേഹം പറയുന്ന ആ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പൊ നമുക്ക് ഷുഗർ കൂടുതലാണെങ്കിൽ അദ്ദേഹം പറയും നമ്മൾ കൂടുതലായിട്ട് അരി ഭക്ഷണം ഒഴിവാക്കണം. എന്ന് വെച്ചാൽ ഗോതമ്പിന്റെയോ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. അതൊക്കെയാണ് ഇവിടെ വന്നത് ഡയറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ വന്നത്. ആണ് വന്നത് ജനറൽ ഡിപ്പാർട്ട്മെന്റ്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റത്തേതാണ് CSSD. ഫുൾ ഫോം ചോദിക്കും, എഴുതി വെച്ചോ. സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ അല്ലേ? CSSD സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഹോസ്പിറ്റൽസിൽ ഒരുപാട് എന്തുണ്ട് എക്യുപ്മെന്റ്സ്, ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ടൂൾസ് അതേപോലെ തന്നെ സിസേഴ്സ് അതേപോലെ അവർക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും? സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം വേറൊരു പേഷ്യന്റിനെ നോക്കുമ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എല്ലാവരും സ്റ്റെറിലൈസ് ചെയ്യണം. ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അണുവിമുക്തമാക്കണം. അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ടൂൾസ് ഒക്കെ എന്തെങ്കിലും അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്? സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഈ ഹൗസ് കീപ്പിംഗ് ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റൽസ് പ്രോപ്പർ ആയിട്ട് നല്ല എന്താ പറയാ നല്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാനുള്ള അതാണ് ഹൗസ് കീപ്പിംഗിൽ വരുന്നത്. നെക്സ്റ്റ് കിച്ചൺ ആണ്. കിച്ചണിൽ വരുന്നത് ഫുൾ ഫോം സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. കറക്റ്റ് ആണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹൗസ് കീപ്പിംഗ് കിച്ചൺ എന്ന് പറയുമ്പോൾ അറിയാതെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ക്യാൻറ്റീൻ അങ്ങനത്തെ റിലേറ്റ് ചെയ്യാനാണ് കിച്ചണിൽ വന്നത്. അടുത്താണ് ലോണ്ടറി. നമ്മൾ യൂസ് ചെയ്യണ ബെഡ്ഷീറ്റ് അതേപോലെ പില്ലോ കവറൊക്കെ എന്ത് ചെയ്തിട്ട് വേണം വരാനായിട്ട്? വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം ഹോസ്പിറ്റൽസിലേക്ക് വരാനായിട്ട്. അതാണ് ലോണ്ടറി വന്നത്. ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ലോണ്ടറിയും കിച്ചണും ഒക്കെ പുറത്തായിരിക്കും ഔട്ട്സോഴ്സ് ചെയ്യാറ്. വലിയ ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോൾ ഇതെല്ലാരും ഹോസ്പിറ്റൽസിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹോസ്പിറ്റൽസിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. ദെൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അവിടുത്തെ ഹോസ്പിറ്റൽസിലെ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്ത റൂൾസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസ് വൃത്തിയായിട്ട് ഇടൂലേ? വാഷ് എല്ലാ ദിവസവും അടിച്ചു വാരി നല്ല എന്താ പറയാ ക്ലീൻ ചെയ്ത് എന്താ പറയാ ഡെറ്റോളൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് അടുത്ത അണുക്കളൊക്കെ ഒരു എന്താ പറയാ ക്ലീൻ ചെയ്ത് അണുക്കളൊക്കെ കൊന്ന് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് റൂമൊക്കെ പെർഫെക്റ്റ് ആക്കി ഇടൂലേ? അതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഹൗസ് കീപ്പിംഗ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ ആണ്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോണേട്ടാ. ദെൻ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം ആവട്ടെ, അതേപോലെ തന്നെ സിസ്റ്റത്തിന്റെ കാര്യം, അതേപോലെ കമ്പ്യൂട്ടർ, അതേപോലെ എല്ലാ കാര്യങ്ങളും ഇൻവെന്ററി എന്ന് പറയുമ്പോൾ അത് ഫാർമസിയില് എന്ത് വരെ വരും? മെഡിസിൻസിന്റെ സ്റ്റോക്ക് വരെയും വരും. മെഡിസിൻസ് അല്ലെങ്കിൽ അവൈലബിൾ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും റിപ്പേഴ്സോ അല്ലെങ്കിൽ റിന്യൂവൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ പോണത്? മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് പോണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മോർച്ചറി. അടുത്താണ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ് ഈ ഡയഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖം കണ്ടെത്തുക. ഡയഗ്നോസിസ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം തന്നെ എന്താണ്? എന്താണോ അസുഖം അത് കണ്ടെത്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതില് ലാബോറട്ടറി വരും, റേഡിയോളജി വരും.
ഓക്കെ, ലാബോറട്ടറി റേഡിയോളജി വരും. ലാബോറട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് അതേപോലെ യൂറിൻ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടുപിടിക്കും. നമ്മൾ ഡോക്ടർ ആണെങ്കിൽ തന്നെ നമ്മളിപ്പോ എത്രയും ദിവസം മെഡിസിൻ കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യാനാ പറയാം, ഇമ്മ്യൂൺ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം, എന്നാലും നമുക്ക് ആന്റിബയോട്ടിക് തരുള്ളൂ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? ലാബിലാണ്. ഷോർട്ട് ആയിട്ട് നമ്മൾ എന്ത് പറയും? ലാബ് എന്ന് പറയും. ലാബോറട്ടറി എന്നാണ് അതിന്റെ ഫുൾ ആയിട്ട് പറയുന്നത്, ലാബോറട്ടറി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? റേഡിയോളജി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്കാൻ, എക്സ്റേ, MRI ഡീൽ ചെയ്യുന്നത് എവിടെയാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ദെൻ ഇൻഫർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ എവിടെ കീപ്പ് ചെയ്യുന്നത്? ഇൻഫർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് മെഡിക്കൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡിൽ അവൈലബിൾ ആയിരിക്കണം. അതാണ് മെഡിക്കൽ റിസോഴ്സ് എന്ന് പറയുന്നത്. IT ഇൻഫർമേഷൻ ടെക്നോളജി, IT ആയിട്ട് റിലേറ്റഡ് ഒക്കെ ഭൂരിഭാഗം ഹോസ്പിറ്റൽസും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലൂടെയാണ് ഇപ്പൊ റൺ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദെൻ ഓക്കെ ഏതിലാണ്? നമ്മുടെ റേഡിയോളജിയിലാണ് CT സ്കാൻ, MRI സ്കാൻ, അതേപോലെ എക്സ്റേ ഒക്കെ വരുന്നത് ആവശ്യം. ഓക്കെ, ഇത് കഴിഞ്ഞപ്പോ നമ്മ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഹോസ്പിറ്റൽസിന് ആവശ്യമുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഹോസ്പിറ്റൽസിന്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടിയാണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടിയാണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. തെറാപ്പിക്, ജനറൽ, ഡയഗ്നോസിസ്, ഇൻഫർമേറ്റീവ്. അതില് തെറാപ്പിക്കലാണ് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്റീഷ്യൻസ്, അതേപോലെ ജനറൽ വന്നപ്പോ CSST പറഞ്ഞു. സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ പരിസരം, ഹോസ്പിറ്റലിലെ പരിസരം എന്താണ് ശുചിത്വമായിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് സൂക്ഷിക്കുക. അതാണ് ഹൗസ് കീപ്പിംഗിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. കിച്ചൺ എന്ന് പറഞ്ഞാൽ അറിയാം, അവിടെ വന്ന പേഷ്യൻസിന്റെ കെയർ ടേക്കർക്കും ആവശ്യമുള്ള ഫുഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ലോണ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പേഷ്യൻസ് യൂസ് ചെയ്യണം ബെഡ്ഷീറ്റ് ആവട്ടെ, പില്ലോ കവർ, അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. സെക്യൂരിറ്റി എന്ന് പറയുമ്പോ നമ്മളവിടെ പ്രോപ്പർ ആയിട്ട് എന്ത് വേണം? ഒരു കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട് അത് നോക്കി നടത്താനായിട്ട് ഹോസ്പിറ്റൽസിൽ സെക്യൂരിറ്റീസ് ആവശ്യമാണ്. ദെൻ മെയിൻ്റെനൻസ് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ റിന്യൂ ചെയ്യേണ്ടത്, റിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡീൽ ചെയ്യുന്നത്. മോർച്ചറി, പിന്നെ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ലാബോറട്ടറിയുമാണ് റേഡിയോളജി എക്സാമ്പിൾ പറഞ്ഞത്. ഇൻഫർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ റിസോഴ്സ് ഓർ മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യന്റിനെ കുറിച്ചുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഇൻഫർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിന്റെ IT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ്. IT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഭൂരിഭാഗം ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത് എന്ത് ബേസിലാണ്? ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, എല്ലാ ഹോസ്പിറ്റൽസും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ IT-യുടെ ആവശ്യകത നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ് തന്നെ ആവശ്യകതയുണ്ട്. ഓക്കെ ആണോ IT? അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായോ? ഓക്കെ. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് പറയണത്. എന്താണ് പറയണത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ലാസ്റ്റത്തെ ഡിപ്പാർട്ട്മെന്റ്, 3ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് നല്ല രീതിയിലാണോ പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് നോക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കുന്നത്. ഒരുപാട് പേപ്പർ വർക്കും അതേപോലെ പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എവിടെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവിലാണ് റെക്കോർഡ് അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് എവിടെയാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെ തന്നെ ബില്ലിംഗ്, ഫണ്ട് അല്ലെങ്കിൽ ഇതിന്റെ എമൗണ്ട് ക്യാഷ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എവിടെ വരും? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വരും. ഹ്യൂമൻ റിസോഴ്സ് നോക്കുകയാണെങ്കിൽ അത് വന്നത് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, ഡോക്ടേഴ്സിന്റെ
ഡോക്ടേഴ്സ്, അതേപോലെ നമ്മൾ ഇവിടുത്തെ എന്താണ് സ്റ്റാഫ് നേഴ്സ്, അതേപോലെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ഹ്യൂമൻ റിസോഴ്സും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സും ഹ്യൂമൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എവിടെ വരും? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ വരും. ഇത്രയുമാണ് ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്താ പറയുന്നത് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് എവിടെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും അവർക്ക് പ്ലാൻ ചെയ്ത രീതിയിലാണ് പോണത്. ഇൻഫർമേറ്റീവ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഭൂരിഭാഗം ഹോസ്പിറ്റൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ പേപ്പർ റെക്കോർഡിന് പകരമായിട്ട് യൂസ് ചെയ്യണത് എങ്ങനെയാണ്? സിസ്റ്റത്തിലാണ്. അതുകൊണ്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി പറയുന്നത്. സിസ്റ്റത്തിലെ ഫയലുകളിലാണ് ഇപ്പൊ സൂക്ഷിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്സും മെഡിക്കൽ റിസോഴ്സും പിന്നെ എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? CSSP എന്ന് പറഞ്ഞാല് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതേപോലെ സിസ്റ്റേഴ്സ്, ഒരുപാട് ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ടൂൾസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം. അത് അണുവിമുക്തമാക്കിയിട്ട് വേണം അടുത്ത് യൂസ് ചെയ്യാനായിട്ട്. അതാണ് ഇവിടെ നടക്കുന്നത് സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അത് മെയിൻ ആയിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് സ്റ്റേ ചെയ്തുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഫോർ കൺസൾട്ടേഷന് വേണ്ടി മാത്രം നമ്മുടെ ഹോസ്പിറ്റലിൽ വരും. കൺസൾട്ടേഷൻ കഴിയുമ്പോൾ ആ പേഷ്യന്റ് നമ്മൾ ഒരു ദിവസത്തിനുള്ള ആ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകും. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്ത പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ചാപ്റ്റർ 5th ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. 4th ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയി. അതിനൊരു എന്താ പറയുക കൺക്ലൂഷൻ കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പറയാട്ടോ. ഹ്യൂമൻ റിസോഴ്സ് അപ്പൊ ഇനിയിപ്പോ ഈ ചാപ്റ്ററിൽ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്ത പോർഷൻസ് മൊത്തം ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ് ടൈപ്പ് ചെയ്തയക്കണോ? അയക്കാട്ടോ ഒരു മിനിറ്റ്. ഇനിയിപ്പോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് ഓരോന്നിനെ കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ക്ലിയർ ആവും കേട്ടോ. സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? പേര് CSP എന്ന് പറഞ്ഞാല് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ ആണോ നോക്കിയേ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യണ എല്ലാ വ്യക്തികളെയും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെയും ഒരു അറേഞ്ച്മെന്റ്സും അവരെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള സ്റ്റാഫുകൾ എന്തോരോണ് ഈ ഹോസ്പിറ്റൽസ് ആ ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൽ വരുന്നത്. സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് CSSP എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. ഒന്ന് വായിച്ചു നോക്കാം. അവർക്ക് നമ്മുടെ ബോക്സ് ടേബിൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോണത്. അതിന്റെ ആൻസർ അറിയുമെങ്കിൽ ടൈപ്പ് ചെയ്തായിരിക്കാം.
hospital departments are classified as follows. അതില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, then all of them ഉണ്ട്. ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാനായിട്ട് പറ്റൂല, ഞാൻ പറഞ്ഞങ്ങോട്ട് പോകുള്ളൂ. ജസ്റ്റ് ഞാൻ എഴുതി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് തന്നെയല്ല, ജസ്റ്റ് പറയത്തുള്ളൂ. all of the above ആണ് ആൻസർ. ഓക്കെ. OPD stands for full form ആണ്. OPD യുടെ full form എന്താണ്? OPD stands for. Okay. IPD stands for. Our IPD stands for. Okay. Supportive departments are classified as follows. Supportive departments are classified as four. Four ആണ് ട്ടോ. General department comes under the following, comes under dash. General department comes under dash na parayunne. Example കൊടുത്തിരിക്കുന്ന medical department, supportive department, administrative department, supportive department. Okay. Physiotherapy comes under dash department. Physiotherapy comes under dash department. Supportive department ആണ് മെയിൻ ആയിട്ട് പറയേണ്ടവരെ ഇടുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ. ഇനി CSSD comes under dash department. CSSD comes under dash department. Okay. CSSD stands for. CSSD stands for. CSSD stands for. And the CSSD stands for Central Sterilized Supply Department. Okay. Housekeeping, kitchen, laundry, securities are comes under dash department. First department പറഞ്ഞു housekeeping, kitchen, laundry, securities are comes under dash general department. Okay, general support, general department. Radiology comes under dash department. Radiology comes under dash department. Diagnose. Okay, diagnose. Next, administrative department classified as follows. Another A, administration, B, finance, C, human resources, D, all of the above. All of the above, all. Okay. Now, medical records are comes under dash department. Medical records or resources, same anta resources and verb pair and record. Medical records are comes under dash department. Informative, correct, informative anta. Administration alla informative. Administration illa informative പറഞ്ഞാൽ. Pharmacy comes under dash department. Pharmacy comes under dash department. ഇത്രയാണ് ചാപ്റ്ററിൽ. ഞാൻ ഇന്നത്തെ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഈ ഒരു ടേബിളില്? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫിക്കേഷന്റെ ടേബിളിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാവും? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്ലാസ് അതിന്റെ പേര് ടൈം ആയിട്ടുണ്ട്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ക്ലാസ് വൈകിയത്. താങ്ക് യു.